ഫെബ്രുവരി 2, 2010 ആന്ധ്രയിലുള്ള വിജയവാഡയിൽ. സമയം ഇപ്പോൾ രാവിലെ 8:30 ആവാൻ പോവുകയാണ്. ബസ്സിലും ഓട്ടോറിക്ഷയിലും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ബൈക്ക് കാറുകളിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളും ഗുഡ്സുമായി പോയിരുന്ന വലിയ വലിയ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു തിരക്കേറിയ ദിവസവും സമയമായിരുന്നു അന്ന്. അവിടെ അതേ റോട്ടിൽ ഒരു എക്സ്പെൻസീവ് കാറിന്റെ ബാക്കിലിരുന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നാഗവൈഷ്ണവി. കൂടാതെ വൈഷ്ണവിയുടെ ചേട്ടൻ 17 വയസ്സുള്ള +2 പഠിക്കുന്ന സായ് തേജയും. രണ്ടുപേരും വിൻഡോ വഴി പുറത്തുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു പോവുകയായിരുന്നു. ഞാനിവിടെ എക്സ്പെൻസീവ് കാർ എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഇവർ രണ്ടുപേരും കോടികൾ ആസ്തിയുള്ള കുടുംബത്തിലെ കുട്ടികളാണ് എന്ന്. ആ കാർ ഡ്രൈവ് ചെയ്തത് 37 വയസ്സുള്ള ലക്ഷ്മണറാവു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എപ്പോഴത്തെയും പോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ആ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ കാറിന്റെ മുന്നിൽ ഇടിക്കുന്ന രീതിയിൽ ഒരു കാർ മുന്നിൽ വന്ന് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടുകയാണ് ലക്ഷ്മണറാവു. എന്നിട്ട് ദേഷ്യം കൊണ്ട് വിൻഡോ ഗ്ലാസ് ഇറക്കി ഓപ്പോസിറ്റിൽ വന്ന കാറിലുള്ളവരെ ദേഷ്യം കൊണ്ട് ചീത്ത വിളിക്കുകയാണ്. നീയൊക്കെ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ടയുടൻ ആ കാറിൽ നിന്ന് 47 വയസ്സുള്ള ഒരു വ്യക്തി മുഖത്ത് കർച്ചീഫ് കെട്ടി പുറത്തിറങ്ങുകയാണ്. കൂടാതെ 45 വയസ്സുള്ളതും 30 വയസ്സുള്ളതുമായ 2 പേർ ഇതേപോലെ തന്നെ മുഖത്ത് കർച്ചീഫ് കെട്ടി ആ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. മാത്രമല്ല കയ്യിൽ കത്തിയും വലിയ വലിയ ആയുധങ്ങളും വെച്ചിട്ടുള്ള അവർ നേരെ വൈഷ്ണവി ഇരിക്കുന്ന കാറിന്റെ ബാക്ക് ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ പേടിച്ചു പോയ വൈഷ്ണവിയും സായ് തേജയും നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് ഡ്രൈവർ ലക്ഷ്മണറാവു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോ അവരുടെ 3 പേരുടെയും കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ച് ഡ്രൈവർ ലക്ഷ്മണറാവുവെ അവർ അടിച്ചു വീഴ്ത്തുകയാണ്. എന്നിട്ട് ബാക്ക് സീറ്റിലിരുന്ന വൈഷ്ണവി മാത്രം എടുത്ത് ഇവരുടെ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് ഡ്രൈവർ ലക്ഷ്മണറാവു അത് തടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് അയാളുടെ കഴുത്തിലും വയറിലും നെഞ്ചിലുമായി മാറി മാറി അവന്മാർ കുത്തുകയാണ്. അതിൽ അയാൾ നിലത്ത് കിടന്ന് പിടയുകയാണ്. വൈഷ്ണവി അവർ പൊക്കിക്കൊണ്ട് പോയിട്ട് അവരുടെ കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി ഉപയോഗിച്ചിട്ട് വൈഷ്ണവിയുടെ വായയിൽ പൊത്തുകയാണ്. ഇവൾ ബഹളമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ ഉപയോഗിച്ചിട്ട് വൈഷ്ണവിയുടെ കൈയും കാലും അവർ കെട്ടുന്നുണ്ട്. ഇത് നടക്കുന്നത് തിരക്കേറിയ ഒരു ടൗണിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അവിടെ ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന വാഹനങ്ങളും കൂടി നിൽക്കുന്ന 80-ലധികം ജനങ്ങളും ഉള്ളപ്പോൾ വൈഷ്ണവിയെ കടത്തിക്കൊണ്ട് ആ കാർ ആ ടൗണിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആരാണ് വൈഷ്ണവി? എന്തിനു വേണ്ടിയാണ് അവർ വൈഷ്ണവിയെ കടത്തിയത്? പിന്നീട് എന്താണ് സംഭവിച്ചത്? 2010 മൊത്തം ആന്ധ്രയെയും വിറപ്പിച്ച നാഗവൈഷ്ണവിയ കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂത്ത് ഫയൽസ്. വെൽക്കം ബാക്ക്. ഇപ്പോ അവിടെ ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടുന്ന ചില പേർ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇപ്പോ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അവിടെ കത്തിക്കുത്തുകയേറ്റ് കിടക്കുന്ന ഡ്രൈവർ ലക്ഷ്മണനെയും വൈഷ്ണവിയുടെ ചേട്ടൻ സായ് തേജയെയും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചെറിയ പരിക്കുകളോടെ വൈഷ്ണവിയുടെ ചേട്ടൻ സായ് തേജ രക്ഷപ്പെടുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഡ്രൈവർ ലക്ഷ്മണൻ മരിച്ചുവെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുകയാണ്. ഇത് കേട്ട് ഡ്രൈവർ ലക്ഷ്മണറാവുവിന്റെ ഭാര്യയും പേരൻസും കരയാൻ തുടങ്ങുകയാണ്. മറുസൈഡ് ജീവനത്തിലും സ്നേഹിച്ച മകളെ നഷ്ടപ്പെട്ടിട്ട് പോലീസിന്റെ കൈ പിടിച്ച് അപേക്ഷിക്കുന്ന വൈഷ്ണവിയുടെ അച്ഛൻ പ്രഭാകരനും അമ്മ നർമ്മദയും അവിടെ പോലീസിനോട് കരയാൻ തുടങ്ങുകയാണ്. വിഷമിക്കേണ്ട, മകളെ എങ്ങനെയും രക്ഷിക്കാമെന്ന് പറഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സംഭവ സ്ഥലത്ത് കൂടി നിന്ന ജനങ്ങളിൽ അന്വേഷിക്കുന്ന സമയത്ത് മുഖത്ത് കർച്ചീഫ് കെട്ടിയത് കൊണ്ട് തന്നെ ആരാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് എല്ലാവരും പറയുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ ഒരാൾ പോലും ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കാറിന്റെ കളർ ഏത് റൂട്ടിലാണ് ആ കാർ പോയത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് ആ റൂട്ടിലുള്ള കടകളിലും വീടുകളിലും പോലീസ് അന്വേഷിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും തന്നെ ഒരു ലീഡും പോലീസുകാർക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ വൈഷ്ണവിയെ കടത്തിക്കൊണ്ടുപോയ ആ സ്പോട്ടിലെ എല്ലാ മൊബൈൽ സിഗ്നൽ ടവറും പോലീസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആരുടെങ്കിലും മേലെ സംശയമുണ്ടോ എന്ന് വൈഷ്ണവിയുടെ പേരൻസിന്റെ അടുത്ത് പോലീസ് ചോദിക്കുകയാണ്. അപ്പോൾ വൈഷ്ണവിയുടെ അച്ഛനായിട്ടുള്ള പ്രഭാകരൻ എന്താണ് പറഞ്ഞതെന്നാൽ, എനിക്ക് എൻ്റെ ആദ്യ ഭാര്യയെ സംശയമുണ്ട്,
അത് എന്താണെന്നാൽ ഞങ്ങൾക്കിടയിൽ സ്വത്ത് വീതം വെക്കുന്നതിന്റെ പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. മാത്രമല്ല ഞാൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്കൊക്കെ എന്നോട് ദേഷ്യമാണ് എന്ന് പോലീസിനോട് അയാൾ പറയുകയാണ്. ഇത് കേട്ട പോലീസ് പ്രഭാകരന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വെങ്കിടഭാമയുടെ അടുത്ത് പോയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോ വെങ്കിടഭാമ പറഞ്ഞത്, അതെ സാർ, എനിക്കും എന്റെ ഭർത്താവിനും സ്വത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു ചെറിയ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു മോശമായിട്ടുള്ള സ്ത്രീ അല്ല ഞാൻ. പ്രഭാകരനെ ബിസിനസ്സുമായിട്ട് സംബന്ധപ്പെട്ട് കുറെ അധികം ശത്രുക്കൾ അയാൾക്കുണ്ട്. ഒരാരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കണമെന്ന് ആ സ്ത്രീ പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ സംശയം തോന്നുന്ന പ്രഭാകരന്റെ ബിസിനസ് ശത്രുക്കൾ എന്ന് പറഞ്ഞവരെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവരാരും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. ഇനിയെങ്ങാനും കൂലിപ്പട വെച്ച് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഫോൺ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോ അവരാരും ആ സമയത്ത് ക്രൈം സീനിൽ ഇല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. ബട്ട് ഇവിടെയാണ് പോലീസുകാർക്ക് ഈ കേസുമായിട്ട് വലിയൊരു ഡൗട്ട് വരുന്നത്. വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 24 മണിക്കൂറിന് മേലെയായിട്ടും ആരും വൈഷ്ണവിയുടെ അച്ഛൻ പ്രഭാകരനെ വിളിച്ചിട്ടില്ല. ഇനി പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയവരാണെങ്കിൽ ഇതിനകം പണം ആവശ്യപ്പെട്ട് വിളിച്ചിട്ടുണ്ടാകണം. അങ്ങനെ എന്താണ് ഒരു കോളും വരാത്തത് എന്ന് പോലീസിന് ഒരു ഡൗട്ട് വരികയാണ്. അപ്പോഴാണ് വേറൊരു ബ്രേക്ക് ത്രൂ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് കിട്ടുന്നത്. അതായത് ഓൾറെഡി സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മൊബൈൽ സിഗ്നൽ സംഭവം നടക്കുന്ന സമയത്ത് ആക്റ്റീവ് ആയിരുന്നു എന്ന് പോലീസിന് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുകയാണ്. അത് വേറെ ആരുമല്ലായിരുന്നു, പ്രഭാകരന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വെങ്കിടഭാമയുടെ സഹോദരൻ ശ്രീനിവാസനായിരുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അയാൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് സംഭവം നടക്കുന്ന അന്ന് ഞാൻ എൻ്റെ ഫാക്ടറിയിലായിരുന്നു എന്നാണ്. ഇതിന്റെ ഭാഗമായി പോലീസ് ആ ഫാക്ടറിയിൽ പോവുകയാണ്. അത് ഒരു പഴയ ഇരുമ്പ് ഉരുക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. അവിടെ പോയി അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സംഭവം നടക്കുന്ന അന്നും ആ സമയത്തും ഞാൻ ഫാക്ടറിയിലായിരുന്നു എന്നാണ്. അങ്ങനെ പോലീസ് അവിടെ ജോലി ചെയ്യുന്ന ഒരു 30 പേരെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോ അവർ പറഞ്ഞത്, അതെ സാർ, അന്ന് ശ്രീനിവാസൻ ഫാക്ടറിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ കണ്ടതാണ് എന്ന് അവർ പറയുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അന്നത്തെ ദിവസം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവ് തന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന് അവരെല്ലാവരും പോലീസിനോട് പറയുകയാണ്. ഓൾറെഡി ശ്രീനിവാസന്റെ മൊബൈൽ സിഗ്നൽ സംഭവ സ്ഥലത്ത് കിട്ടിയതും അത് അവിടെ നിന്നും ട്രാവലായി ഫാക്ടറിയിലേക്ക് വന്നതും കൂടാതെ വർക്കേഴ്സിന് ലീവ് കൊടുത്തതും വെച്ച് നോക്കുമ്പോൾ ശ്രീനിവാസൻ കുട്ടിയെ കടത്തി ഫാക്ടറിയിലേക്കാണ് വന്നതെന്ന് പോലീസ് കൺഫേം ചെയ്യുകയാണ്. ഇതിന് പോലീസ് ആ ഫാക്ടറി മൊത്തം സെർച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് ശ്രീനിവാസനാണ് കുട്ടിയെ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ളൊരു വലിയൊരു തെളിവ് ആ ഫാക്ടറിയിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടുകയാണ്. ഉടനെ ശ്രീനിവാസനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസിനോട് ശ്രീനിവാസൻ പറയുന്നത് ഇങ്ങനെയാണ്. പ്രഭാകരനും വെങ്കിടഭാമയ്ക്കും കല്യാണമായി 5 വർഷമായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ 5 വർഷത്തിലും 5 പ്രാവശ്യം പ്രഗ്നന്റ് ആയി അത് അബോർഷനായി പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ പ്രഭാകരൻ നിന്നെ കൊണ്ട് ഒരു കുട്ടിക്ക് ജന്മം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ നർമ്മദയെ കല്യാണം കഴിക്കുന്നത്. അതേസമയത്ത് ആദ്യ ഭാര്യയായിട്ടുള്ള വെങ്കിടഭാമ പ്രഗ്നന്റ് ആവുകയാണ്. ഇതറിഞ്ഞിട്ടും വെങ്കിടഭാമയെ പ്രഭാകരൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ 2ാം ഭാര്യയായ നർമ്മദയുടെ കൂടെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ആൺകുട്ടിയെ വെങ്കിടഭാമ പ്രസവിക്കുകയാണ്. പക്ഷേ പ്രഭാകരൻ ആദ്യ ഭാര്യയുടെ കുട്ടിയെ പോലും കാണാൻ വന്നിരുന്നില്ല. അതേസമയം നർമ്മദയും ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. തുടർന്നും 2ാം വർഷത്തിൽ നർമ്മദ മറ്റൊരാൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ 2 ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തുവെങ്കിലും ഇനി ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാവണമെന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളിൽ കയറിയിറങ്ങുകയാണ് പ്രഭാകരൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലം 7 വർഷത്തിന് ശേഷം അവർക്ക് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. അവൾക്കവർ നാഗവൈഷ്ണവി എന്നും പേര് വെക്കുകയാണ്. മാത്രമല്ല താൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ചെറിയ ലാഭം കണ്ടിരുന്ന പ്രഭാകരൻ വൈഷ്ണവി ജനിച്ചതും കോടികൾ ലാഭമായി കയ്യിൽ വരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായി സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും കാർ വാങ്ങുന്നതും ഗോൾഡ് വാങ്ങുന്നതും എന്നിങ്ങനെ ആ ഒരു നാട്ടിലെ വലിയൊരു പണക്കാരനായി തന്നെ അയാൾ മാറുകയാണ്. തന്റെ മകൾ ജനിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഇങ്ങനത്തെ സൗഭാഗ്യങ്ങൾ വന്നതെന്നും വൈഷ്ണവി രാശിയുള്ള എന്റെ മകളാണ് എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതും എന്തിന് വൈഷ്ണവി എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ 4 മടങ്ങ് അധികമായിരിക്കും അയാൾ ചെയ്തു കൊടുക്കുന്നത്. വൈഷ്ണവിയുടെ പിറന്നാൾ വന്നാൽ അത് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേഷൻ ചെയ്യാറുമുണ്ട്. വൈഷ്ണവിയെയും 2 ബ്രദേഴ്സിനെയും അവിടെ തന്നെയുള്ള വലിയ പണക്കാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അവർക്ക് പോകാൻ പല കോടികൾ വില വരുന്ന ലക്ഷറി കാറും അതിനൊരു ഡ്രൈവറും പ്രഭാകരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മഹാറാണിയെ പോലെ ജീവിച്ച വൈഷ്ണവിയെ കണ്ട് പ്രഭാകരന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വെങ്കിടഭാമയുടെ സഹോദരൻ ശ്രീനിവാസൻ എന്റെ അനുജത്തിയുടെയും മകൻ ഇതേപോലെ തന്നെ ലക്ഷറി ആയിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു അസൂയയും ദേഷ്യവും അയാൾക്ക് അവരോട് വരികയാണ്. എങ്ങനെയും പ്രഭാകരന്റെ സ്വത്തിന്റെ ഒരു പാതി തന്റെ അനുജത്തി തന്റെ സഹോദരിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് ശ്രീനിവാസൻ ആലോചിക്കുകയാണ്.
സഹോദരി വെങ്കിടഭാമയും അതേ തീരുമാനത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പ്രഭാകരനെ കണ്ട് ഈ കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു. എന്താണെന്നാൽ താങ്കൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം തരണമെന്ന് ഇവർ പ്രഭാകരനോട് ചോദിക്കാറുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കോർട്ട് മുഖേന പോയിട്ട് അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുമെന്ന് ഒരു പന്തയം കെട്ടുകയാണ് പ്രഭാകരനോട് ആദ്യ ഭാര്യയായിട്ടുള്ള വെങ്കിടഭാമ. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞ് ശ്രീനിവാസന്റെ റിലേറ്റീവ് ആയിട്ടുള്ള 2 പേർ, അതായത് ജഗദീഷ് എന്ന് പറയുന്ന 2 പേർ കോർട്ടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച പൈസ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പല വർഷമാകുമെന്ന് അവർ പറയുകയാണ്. അതിന് നല്ലത് പ്രഭാകരനെ കൊല്ലുമെന്ന് അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അയാൾ പണം തരുമെന്ന് ഇവർ പറയുകയാണ്. അതൊന്നും വേണ്ട, പ്രഭാകരനെ ജീവനത്തിൽ സ്നേഹിക്കുന്ന മകൾ വൈഷ്ണവിയെ കടത്തിക്കൊണ്ടു പോയിട്ട് ചോദിച്ചാൽ ചോദിക്കുന്നതിൽ കൂടുതൽ അയാൾ തരുമെന്ന് ശ്രീനിവാസൻ അവരോട് പറയുകയാണ്. അതിനുവേണ്ടി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനും അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇത് എന്റെ സഹോദരി വെങ്കിടഭാമ സമ്മതിക്കില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ ഈ കാര്യം അറിയരുത് എന്ന് ശ്രീനിവാസൻ അവരോട് പറയുകയാണ്. എന്നിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവം ഒക്കെ നടക്കുന്നത്. അങ്ങനെയാണ് വൈഷ്ണവിയെ കടത്തിക്കൊണ്ട് അവർ നേരെ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും ലീവ് കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം വൈഷ്ണവിയെ പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അവർ കാറിന്റെ ഡിക്കി തുറക്കുകയാണ്. ബട്ട് അങ്ങനെ കാറിന്റെ ഡിക്കി തുറന്ന് അവർ കണ്ടത് ബോധമില്ലാതെ കിടക്കുന്ന വൈഷ്ണവിയെയാണ്. ഉടനെ തന്നെ മുഖത്തുള്ള തുണികളെല്ലാം അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് മുഖത്ത് തട്ടി നോക്കുന്നുണ്ട്, മുഖത്ത് വെള്ളമൊഴിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഒരനക്കവും വൈഷ്ണവിയുടെ ഭാഗത്തു നിന്നും വരുന്നില്ല. അവൾ ജീവനോടെയാണ് ഉള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിലും കയ്യിലും നെഞ്ചിലും അവർ കൈകൾ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ടും വൈഷ്ണവിക്ക് ഒരു അനക്കവുമില്ല. അപ്പോഴാണ് ഒരു കാര്യം ഇതിൽ നിന്നും അവർക്ക് മനസ്സിലാവുന്നത്. ഡിക്കിയിൽ വൈഷ്ണവിയുടെ വായ പൊത്തിയപ്പോൾ അവർ അറിയാതെ വൈഷ്ണവിയുടെ മൂക്കും ഉൾപ്പെടെ അവർ പൊത്തുകയാണ്. അങ്ങനെ ശ്വാസം വിടാൻ കഴിയാതെ വൈഷ്ണവി ആ ഡിക്കിയിൽ തന്നെ മരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ എന്താണ് ചെയ്യുക എന്ന് അവർ പ്ലാൻ ചെയ്യുകയാണ്. സാരല്ല, പോലീസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വൈഷ്ണവിയുടെ ബോഡി ഡിസ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി അവിടെ സ്റ്റീൽ ഒരുക്കുന്ന ഒരു അടുപ്പിൽ വൈഷ്ണവിയുടെ ബോഡി ഇട്ട് കത്തിക്കുകയാണ്. കത്തിച്ച് ചാമ്പലാക്കുകയാണ്. പോലീസ് ആ ഒരു ഫാക്ടറി സെർച്ച് ചെയ്യുന്ന സമയത്ത് വലിയൊരു തെളിവ് അവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് ആ ചാരത്തിൽ നിന്ന് കിട്ടിയ ഒരു ഡയമണ്ട് കമ്മലായിരുന്നു. അത് വൈഷ്ണവിയുടെ പേരൻസും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നടന്നതെന്ന് പോലീസിനോട് ശ്രീനിവാസൻ പറഞ്ഞത് കേട്ട് വൈഷ്ണവിയുടെ അച്ഛൻ പ്രഭാകരൻ അടുത്ത നിമിഷം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. പൊന്നുപോലെ വളർത്തിയ മകളും തന്റെ സന്തോഷത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലും ആ സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞതും നർമ്മദയും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അതിനുശേഷം വൈഷ്ണവിയുടെ 2 ബ്രദേഴ്സും റിലേറ്റീവ്സും കൂടിയാണ് കേസ് പിന്നീട് നടത്തിയത്. അവസാനം 2018 കുറ്റവാളികൾക്ക് ലൈഫ് സെന്റൻസ് നൽകി കോടതി ഉത്തരവിടുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ പ്രഭാകരനോട് 1 കോടി രൂപ ചോദിച്ചപ്പോൾ അത് അയാൾ കൊടുത്തിരുന്നുവെങ്കിൽ അയാൾക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു. അയാളുടെ ജീവനും നഷ്ടപ്പെടില്ലായിരുന്നു. കോടികൾ സമ്പാദിച്ചിരുന്ന അദ്ദേഹത്തിന് 1 കോടി രൂപ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചുപിടിക്കാൻ അത്ര സമയം അയാൾക്ക് വേണ്ടി വരില്ലായിരുന്നു. മാത്രമല്ല അത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് എന്ന് അയാൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അതായത് ആദ്യ ഭാര്യ വെങ്കിടഭാമയുടെ മകൻ രക്തമാണ് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അത് അയാൾക്ക് കൊടുക്കാമായിരുന്നു. തന്റെ മകനാണ് കൊടുത്തതെന്ന് തൃപ്തിപ്പെടാമായിരുന്നു. പക്ഷെ അതും അയാൾ ചെയ്തില്ല. നീ എന്താണ് തെറ്റ് ചെയ്തവനെ ഒന്നും പറയാത്തതെന്ന് നിങ്ങൾ ചോദിക്കും. പ്രഭാകരൻ അവർക്ക് 1 കോടി രൂപ കൊടുത്തിരുന്നുവെങ്കിൽ ശ്രീനിവാസൻ ഈ ഒരു വിഷയം ചെയ്യില്ലായിരുന്നു. അവരെ തടുക്കാൻ പോയി ഇതിൽ ഡ്രൈവറുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അന്ന് വൈഷ്ണവിയും നല്ല സന്തോഷത്തോടെ സ്കൂളിൽ പോകുമായിരുന്നു. വൈഷ്ണവി മരിച്ചു എന്ന് പറഞ്ഞ് പ്രഭാകരന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഭർത്താവും മകളും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്ന ഭാര്യ നർമ്മദ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കില്ലായിരുന്നു. സോ ഒരു ചെറിയ വിഷയം എന്തൊക്കെ മാറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ തന്നെയാണ് ശ്രീനിവാസനും. പ്രഭാകരൻ സ്വത്ത് തരില്ല എന്ന് പറയുമ്പോൾ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്ത് സ്വത്ത് വാങ്ങിയിരിക്കണം. അത് ചെയ്യാതെ തന്റെ സഹോദരി മകന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ഒരു പൊട്ടത്തരത്തിലൂടെ ആ പെൺകുട്ടിയെ കൊന്ന് ഇപ്പോൾ ജയിലിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പോട്ടെ, അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ കൂടി നിന്ന ജനങ്ങളിൽ ഒരാൾ പോലും അത് തടുക്കാൻ മുന്നിൽ വന്നില്ല എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. അവർ എങ്ങനെ തന്നെ കയ്യിൽ ആയുധങ്ങളായിട്ട് വന്നാലും ആ കൂട്ടത്തിൽ നിന്ന് ഒരു 10 പേർ മുന്നിൽ വന്ന് അത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടായേനെ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾക്കൊന്നും പറ്റരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ കുട്ടിക്ക് അവിടെ വില്ലനായത്. എല്ലാവർക്കും അവരവരുടെ ജീവൻ തന്നെയാണ് വലുത്. പക്ഷെ നാളെ ഇതേപോലൊരു സംഭവം നിങ്ങൾക്കും നടക്കുമ്പോൾ അത് തടുക്കാൻ ആരും വന്നില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേദന, സങ്കടം, വിഷമം മനസ്സിലാവും. ഈ കേസിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഒരേ ഒരു വ്യക്തിയെയാണ്. അത് ഡ്രൈവർ ലക്ഷ്മണ റാവുയാണ്. ഡ്രൈവിംഗ് മാത്രമല്ല, നമ്മളുടെ ജോലി, നമ്മൾ കൊണ്ടുപോകുന്ന ആ 2 പിള്ളേരുടെ സേഫ്റ്റി നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്താഗതിയാണ് എത്രയോ ആയുധങ്ങൾ കൊണ്ടുവന്ന അവരെ എതിർക്കുവാൻ അയാൾക്ക് ധൈര്യം കൊടുത്തത്. എന്നിട്ട് ആ ഒരു ഫൈറ്റിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല, രാജകുമാരിയെ പോലെ ജീവിച്ചിരുന്ന വൈഷ്ണവിയെ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്കും വിഷമം ഉണർത്തുന്ന മറ്റൊരു വിഷയമാണ്.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.